ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സേതുമാധവനെ മക്കളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള എൻ്റെ എല്ലാ ശ്രമങ്ങളും ഏകദേശം പൂർത്തിയായതാ. അതിനിടയിൽ എല്ലാം തകർത്തത് അർച്ചനയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു പിന്മാറാൻ പോകുന്നില്ല. മരിക്കേണ്ടി വന്നാലും എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ. എന്താ ഔദ്യോഗികമോളുടെ ഇനിയുള്ള പരിപാടി? എനിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛന് നാട്ടുകാരിലുള്ള വിശ്വാസം പോലും എൻ്റെ അടുത്തില്ല. ഈ ബിസിനസ് എന്ന് പറയുന്നത് വളരെ സുഖവും സന്തോഷവും തരുന്ന ഒരു ഏർപ്പാടാണെന്നാണ് ഇവരുടെ വിചാരം. ഈ കോൺട്രാക്ട് നമുക്ക് ആർക്ക് കിട്ടിയാലും ഒരുമിച്ച് നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. മുമ്പത്തെ പോലെ നല്ലൊരു ശതമാനം ഷെയർ നിനക്ക് ഞാൻ തരികയും ചെയ്യാം. എല്ലാം മുന്നത്തെ പോലെ തന്നെ മതി. നീ തരുന്ന എന്തോ അതാണ് എന്റെ ലാഭവിഹിതം. മിസ്റ്റർ വിനയചന്ദ്രൻ, നിങ്ങൾ കാണിച്ചത് വളരെ മോശമായ പ്രവൃത്തിയാണ്. ലേലം തടസ്സപ്പെടുത്തിയതിനും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനായി എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിച്ചതിനും നിയമപരമായ നടപടി എനിക്ക് നിങ്ങൾക്കെതിരെ എടുത്തേ പറ്റൂ. ഈ ഒരു സംഭവത്തെ മുൻനിർത്തി നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ നടക്കുന്ന ഒരു ലേലത്തിലും പങ്കെടുക്കുകയോ മറ്റേതെങ്കിലും ലൈസൻസ് ഉടമകളുമായി പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനോ പാടില്ല. ജീവിതത്തിൽ ഇത്രയേറെ അപമാനിതനായിട്ടുള്ള ഒരു ദിവസമോ അനുഭവമോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടായ ഈ മാനഹാനിക്ക് പിന്നിൽ കൂടപ്പിറപ്പിനെ പോലെ കരുതി ഞാൻ കൂടെ നിർത്തിയ ഒരാളാണ് എന്നതാ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഇതിനൊരു പരിഹാരം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ജീവിതം കൊണ്ട് ചെയ്യാൻ ഇനിയൊരു പരിഹാരമില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരോട്, എൻ്റെ മക്കളോട് മാപ്പ് എന്ന് സ്വന്തം വിനയചന്ദ്രൻ. മോളെ, സേതുമാധവൻ നിന്റെ അച്ഛനെ ചതിച്ചു. നീ അറിഞ്ഞതിനപ്പുറമുള്ളതെല്ലാം അച്ഛൻ്റെ ഈ ഡയറിയിലുണ്ട്. ഇത് ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്നതാ. ഈ അടുത്താണ് എന്റെ കയ്യിൽ ഇത് കിട്ടിയത്. ലോക്കറിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അതിനകത്തായിരുന്നു
നിന്റെ അമ്മയുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അതെല്ലാം സേതുമാധവന് വേണ്ടി അന്നേ വിറ്റ് നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ ഒരു നിമിഷം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ നിനക്ക് തരാൻ ഞാനിത് സൂക്ഷിച്ചു വെച്ചത്. ബാക്കി നീ വായിച്ചു നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും. ഫെബ്രുവരി 13, 2018. ഈ വീടൊഴികെയുള്ള എൻ്റെ എല്ലാ സമ്പാദ്യവും ഞാനിന്ന് വിറ്റു. ആ പണം പുതിയ ലേലം പിടിക്കാൻ വേണ്ടി സേതുമാധവന് കൊടുത്തു. ജൂലൈ 23, 2018. അവന്തിക മോൾ ഇന്നും എന്നോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് സേതുമാധവന്റെ മുന്നിൽ ഇത്രയേറെ വിധേയത്വത്തോടെ നിൽക്കുന്നതെന്ന്. ഞാൻ അവനെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു, എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ. എന്നോട് സേതു ഈ ചതി കാണിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഓഗസ്റ്റ് 26, 2018. എല്ലാ സത്യവും എൻ്റെ അളിയൻ അനിരുദ്ധനറിയാം. എൻ്റെ മക്കൾക്കുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. സേതുവിനെ ഞാൻ വിശ്വസിച്ചു. ഇനി എൻ്റെ കുട്ടികളുടെ അച്ഛനായിട്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. സേതുവിനെ പോലൊരു പാർട്ണറെ എനിക്കിനി കിട്ടില്ല. എൻ്റെ ഒരു സഹോദരനും അതിലുപരി കൂട്ടുകാരനുമാണ് സേതു. എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനും അവൻ തന്നെയാണ്. എൻ്റെ മക്കളുടെ മുന്നിൽ തോറ്റുപോയവനായി ജീവിക്കാൻ എനിക്ക് വയ്യ. അനക്കമോളെ അവന്തിക നോക്കിക്കോളും. അതിനുള്ള കെൽപ്പ് അവൾക്കുണ്ട്. അനക്കയ്ക്കും അവന്തികയ്ക്കും തുണയായി അനിരുദ്ധനുണ്ടെന്നതാണ് എൻ്റെ ആശ്വാസം. എന്നോട് ക്ഷമിക്കണേ അച്ഛ. അച്ഛന് തന്ന വാക്ക് പാലിക്കാൻ സാധിക്കാത്ത മകളായിപ്പോയി ഞാൻ. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനാവാതെ പാതി വഴിയിൽ എനിക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നു. മോക്ഷം കിട്ടാതെ അച്ഛൻ്റെ ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അച്ഛനെക്കുറിച്ച് ഓർക്കാതെ ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. സേതുമാധവനെ മക്കളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള എൻ്റെ എല്ലാ ശ്രമങ്ങളും ഏകദേശം പൂർത്തിയായതാ. അതിനിടയിൽ എല്ലാം തകർത്തത് അർച്ചനെ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു പിന്മാറാൻ പോകുന്നില്ല. മരിക്കേണ്ടി വന്നാലും എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്തിരിക്കും.